എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഷ്യ കപ്പ് 2025 സൂപ്പർ ഫോറിലെ ആവേശ പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ വിജയം. ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇന്ത്യൻ വിജയത്തിന് അടിത്തറയിട്ടത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഓപ്പണർ സാഹിബ്സാദ ഫർഹാന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസെടുത്തു. ഇന്ത്യൻ ബൌളർമാർ തുടക്കത്തിൽ പതറിയെങ്കിലും മധ്യ ഓവറുകളിൽ നടത്തിയ ശക്തമായ തിരിച്ചുവരവാണ് പാകിസ്ഥാനെ വലിയ സ്കോറിൽ നിന്ന് തടഞ്ഞത്. സൂപ്പർ സൺഡേയിൽ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. പരിക്കിൽ നിന്ന് മോചിതനായി ടീമിൽ തിരിച്ചെത്തിയ ജസ്പ്രീത് ബുംറയും ഹർഷിത് റാണയ്ക്ക് പകരം വരുൺ ചക്രവർത്തിയും ഇന്ത്യൻ ടീമിൽ ഇടം നേടി. പാകിസ്ഥാന് വേണ്ടി ഓപ്പണർമാരായ സാഹിബ്സാദ ഫർഹാനും ഫഖർ സമാനും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത്. ആദ്യ ഓവറുകളിൽ ഇന്ത്യൻ ബൌളർമാരെ കടന്നാക്രമിച്ച ഇരുവരും പവർ പ്ലേയിൽ ടീമിനെ 55-1 എന്ന ശക്തമായ നിലയിലെത്തിച്ചു. ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ 3-ാം ഓവറിൽ 15 റൺസെടുത്ത ഫഖർ സമാനെ സഞ്ജു സാംസന്റെ കൈകളിലെത്തിച്ച് ഇന്ത്യ ആദ്യ ബ്രേക്ക് ത്രൂ നേടി. തുടർന്നെത്തിയ സാം അയൂബിനെ കൂട്ടുപിടിച്ച് ഫർഹാൻ പാക്ക് ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. അതിവേഗം സ്കോർ ചെയ്ത ഫർഹാൻ 35 പന്തിൽ നിന്ന് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ മധ്യ ഓവറുകളിൽ ഇന്ത്യൻ ബൌളർമാർ കളി തിരിച്ചുപിടിച്ചു. 21 റൺസെടുത്ത സാം അയൂബിനെ ശിവം ദുബെയും 10 റൺസെടുത്ത ഹുസൈൻ തലത്തിനെ കുൽദീപ് യാദവും പുറത്താക്കി. മികച്ച ഫോമിൽ കളിച്ച ഫർഹാനെയും ദുബെ മടക്കിയതോടെ പാകിസ്ഥാന്റെ സ്കോറിംഗിന് വേഗത കുറഞ്ഞു. പിന്നീട് മുഹമ്മദ് നവാസും ക്യാപ്റ്റൻ സൽമാൻ അലിയും ചേർന്ന് സ്കോർ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൌളർമാർ ആധിപത്യം നിലനിർത്തി. അവസാന ഓവറുകളിൽ ഫഹീം അഷ്റഫ് നടത്തിയ വെടിക്കെട്ടാണ് പാക് സ്കോർ 170 കടത്തിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ശിവം ദുബെ 4 ഓവറിൽ 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ, കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ അനായാസം മറികടക്കുകയായിരുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് സ്വപ്നതുല്യമായ തുടക്കമാണ് നൽകിയത്. പാക് ബൌളിംഗ് നിരയെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച ഇരുവരും ചേർന്ന് പവർ പ്ലേയിൽ തന്നെ ഇന്ത്യൻ വിജയം ഉറപ്പിച്ചിരുന്നു. വെറും 28 പന്തിൽ നിന്ന് 47 റൺസ് അടിച്ചുകൂട്ടിയ ഗിൽ പുറത്താകുമ്പോൾ ഇന്ത്യൻ സ്കോർ 105 കടന്നിരുന്നു. ഗില്ലിന് പിന്നാലെ ക്രീസിലെത്തിയ നായകൻ സൂര്യകുമാർ യാദവ് വന്നതുപോലെ മടങ്ങിയത് ഇന്ത്യൻ ക്യാമ്പിൽ ചെറിയ ആശങ്കയുണ്ടാക്കി. എന്നാൽ ഒരറ്റത്ത് പാറ പോലെ ഉറച്ചുനിന്ന അഭിഷേക് ശർമ്മ പാകിസ്ഥാന്റെ എല്ലാ പ്രതീക്ഷകളും തള്ളിക്കെടുത്തി. തന്റെ തകർപ്പൻ ഫോം തുടർന്ന അഭിഷേക് ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. 74 റൺസെടുത്ത് ഇന്ത്യയെ വിജയത്തിന് തൊട്ടരികെ എത്തിച്ചാണ് അഭിഷേക് പുറത്തായത്. പിന്നീട് വന്ന സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർ മികച്ച പിന്തുണ നൽകിയതോടെ ഇന്ത്യൻ വിജയം പൂർത്തിയായി. സമ്മർദ്ദമില്ലാതെ ബാറ്റ് വീശിയ സഞ്ജു തന്റെ ക്ലാസിക് ശൈലിയിൽ 2 മനോഹരമായ ബൗണ്ടറികൾ പറത്തി ഇന്ത്യയുടെ വിജയ റൺ കുറിച്ചു. അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം. ഈ വിജയത്തോടെ ഇന്ത്യ ഏഷ്യ കപ്പ് ഫൈനലിന് ഒരു പടി കൂടി അടുത്തു. യുവതാരങ്ങളുടെയും സീനിയർ താരങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രകടനമാണ് ഇന്ത്യയ്ക്ക് ഈ അഭിമാന വിജയം സമ്മാനിച്ചത്. പാകിസ്ഥാനെതിരായ ഈ ആധികാരിക ജയം വരും മത്സരങ്ങളിലും ഇന്ത്യൻ ടീമിന് വലിയ ആത്മവിശ്വാസം നൽകും. എന്തായാലും ഈ മത്സരത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.